പ്രവേശിക്കാം. സ്വർഗീയ പിതാവേ, തുടർന്നുള്ളതാകുന്ന സമയം ഞങ്ങളോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. അടികളുടെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാകണം. അടികളുടെ ആത്മീയ വർധനവിന് ദൈവവചന കേൾവി ഇടയാക്കണം. അതിലുപരിയായി ഞങ്ങളുടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് ഉയരയണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് എവരിബഡി ഓക്കെ, 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതാകുന്ന ആ വേദഭാഗം നമ്മൾ വായിക്കാം. ഞാനത് അദീർഘമാകുന്ന വേദഭാഗം വായിക്കുന്നുവെങ്കിലും അതിനകത്തെ എല്ലാ വിഷയവും പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. 1-2 കാര്യങ്ങൾ പറയാം. അടുത്ത ആഴ്ചയിൽ മറ്റൊരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവർ ലോങ്ങിങ് ഫോർ ദ പ്രോമിസ് ഓഫ് ഗാഡ്. ദൈവം വാഗ്ദത്തം ചെയ്ത കൈപ്പണിയല്ലാത്തതാകുന്ന ആ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ലോങ്ങിങ്, വാഞ്ച, ഞരക്കം. 2, അങ്ങനെ വാഞ്ചിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. അത് ഈ ശരീരത്തിലേ പറ്റത്തുള്ളൂ. പൗലോസ് പറയുന്നു, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, കം വാട്ട് മേ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു താല്പര്യമേ ഉള്ളൂ, അത് കർത്താവിനെ പ്രസാദിപ്പിക്കണം. 3, അതിൻ്റെ കാരണമായിട്ട് ഏറ്റവും അവസാനം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം കർത്താവിൻ്റെ വരവതാംശാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ബാക്കി 2 വിഷയങ്ങൾ, ആദ്യം ഞാൻ പറഞ്ഞ വിഷയം അല്പമായിട്ടും രണ്ടാമത് പറഞ്ഞ വിഷയം അല്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വേദഭാഗം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പാർപ്പിടം അതിന് ധരിപ്പാൻ വാഞ്ചിക്കുന്നു. കുരുവാനല്ല മറ്റുമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് നീതയെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിന് അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരം വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്തെക്കുറിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും ദൈവം ഇടയാക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഭാഗം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരാഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ, the more I get older, the more time it requires for me to at least to give a sermon of 30 minutes. ഒരു 30 മിനിറ്റ് പ്രസംഗിക്കുവാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ പരിചയം കൂടുന്തോറും എനിക്ക് സമയം കുറവല്ല ഇപ്പോൾ വേണ്ടത്, കൂടുതലാണ് വേണ്ടത്. കാരണം ദൈവവചനം അത്ര ആഴമുള്ളതാണ്, ദൈവവചനം അത്ര സന്തോഷം തരുന്നതാണ്, ദൈവവചനം അത്ര രുചികരമാണ്. സ്തോത്രം. അത് ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ മാധുര്യം കൂടുതലായി അനുഭവിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നു. ആ ഒരു മാധുര്യ അനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരും വരണമെന്നാണ് എൻ്റെയും താല്പര്യം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വേദഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശേഷിച്ച് നമ്മുടെ പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചും നമുക്കുള്ളതാകുന്ന ഭാഗ്യകരമാകുന്ന പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചുമൊക്കെ വളരെയധികം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഈ 5-ാമത്തെ അധ്യായം എന്നുള്ളതാകുന്ന ആ ചാപ്റ്റർ ഡിവിഷൻ
ആ അധ്യായ വിഭജനം അവിടെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ ആ ഒറിജിനൽ ലെറ്ററിൽ അങ്ങനെയുള്ള വിഭജനമൊന്നുമില്ല. മുകളിൽ എഴുതിയതിന് തുടർച്ചയായിട്ടാണ് താഴോട്ട് എഴുതുന്നത്. ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് സെൻറ്റൻസുകളും ചേർത്ത് ബന്ധിപ്പിച്ചിട്ടാണ് അതിൻ്റെ ഒറിജിനൽ ഭാഷയിലുള്ളത്. ഫോർ എന്നുള്ളതാകുന്ന അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ പകൽ സമയം ഈ വേദഭാഗത്ത് വിശേഷിച്ച് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പദപ്രയോഗം നമ്മുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അല്പമായിട്ട് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അത് ധ്യാനിച്ച സന്ദർഭത്തിൽ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ദേഹം, ദേഹി, ആത്മാവിനെക്കുറിച്ച്, അതിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് ഒക്കെയുള്ളതാകുന്ന വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാകുന്ന പ്രധാനപ്പെട്ട 2 ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. നമ്മൾ നിത്യതയുടെ പ്രത്യാശയിൽ ഇവിടെ ജീവിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് നമ്മൾ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനത്തിലും ഇതേ കാര്യം തന്നെ താൻ ആവർത്തിക്കുന്നുണ്ട്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. വി ഗ്രോൺ. ഈ വേദഭാഗവും റോമാലേഖനം 8:23 ഞാൻ പറഞ്ഞത്. ഈ വേദഭാഗവും ഇത് തന്നെ പറയുന്നു. ഞങ്ങൾ വാഞ്ചിക്കുന്നു, ഞങ്ങൾ ഞരങ്ങുന്നു. ആ 2 പദങ്ങൾ നമുക്ക് അല്പം ഒന്ന് ഫോക്കസ് ചെയ്ത് മറ്റൊരു വിഷയം കൂടെ ചിന്തിച്ച് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് പൗലോസ് തൻ്റെ ഭാവി പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഞരങ്ങുന്നു, വി ഗ്രോൺ? സാധാരണയായിട്ട് നമ്മുടെ ഭാഷയിൽ ഗ്രോൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഞരങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നിരാശയും ദുഃഖത്തിൻ്റെയും അങ്ങനെയുള്ളതാകുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഞരക്കമൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നതാകുന്ന ഈ പദം ആ ഒരർത്ഥം നൽകുന്നതല്ല. നേരെ മറിച്ച് പ്രത്യാശയോടെ ഭാവിയിൽ ദൈവം ദാനം ചെയ്യുവാൻ പോകുന്ന കൈപ്പണിയല്ലാത്ത, കൈകൊണ്ടുണ്ടാക്കാത്തതാകുന്ന, മനുഷ്യനിർമ്മിതമല്ലാത്ത പുത്തനാകുന്ന ഒരു ശരീരം, ഒരു കൂടാരം, ഒരു ഉടുപ്പ് തരാം എന്നുള്ള വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കു വേണ്ടിയുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാഞ്ചയാണ് ഈ ഞരക്കം. അല്ലാതെ ഞാൻ ഈ ശരീരത്തിൽ വളരെ വേദനയോടെ, സന്തോഷമില്ലാതെ, നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ഡെത്ത് വിഷ്, അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. നോ, അതല്ല. കർത്താവ് എത്രത്തോളം ജീവൻ തരുമോ അത്രത്തോളം ഈ ഭൂമി ജീവിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് അരുളി ചെയ്തതാകുന്ന ആ നിത്യമാകുന്ന, നിലനിൽക്കുന്നതാകുന്ന, അഴിഞ്ഞു പോകാത്തതാകുന്ന, കൈപ്പണിയല്ലാത്തതാകുന്ന സ്വർഗത്തിലുള്ളതാകുന്ന കെട്ടിടത്തിനായി, നിത്യമാകുന്ന വാസത്തിനായിട്ട് ഉള്ള ഒരു വാഞ്ചയാണ് ഈ ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധന് ഉണ്ടാകേണ്ടത്. ഈ കാര്യം ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. ഈ മർത്യമായത്
അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന ആ ദൈവീക വാഗ്ദത്തം നിവൃത്തിയാകും. 1 കൊരിന്ത്യർ 15-53-54 വാക്യങ്ങൾ. ഈ വാഗ്ദത്തം നമുക്ക് കിട്ടി, ഈ പ്രതീക്ഷ നമുക്കുണ്ട്, ഈ പ്രത്യാശ നമ്മിൽ ദൈവം തന്നു. ആ പ്രത്യാശ നിവൃത്തിക്കായിട്ടുള്ള അദമ്യമാകുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള താല്പര്യത്തെ, ഉത്കടമാകുന്ന ദാഹത്തെ, വിശപ്പിനെയാണ് ഇവിടെ ഞരക്കമെന്നതിനാൽ, വാഞ്ച എന്നതിനാൽ പൗലോസ് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നിത്യമായിട്ട് ആ നിത്യമാകുന്ന അനുഭവം നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാം? നിത്യതയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? എൻ്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച, ചിന്തിപ്പിച്ച അനേക കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്ന്, ചിലർ പറയുന്നത് കേട്ടതായിട്ട് മറ്റൊരാൾ പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞ വിഷയം നിങ്ങളെക്കുറിച്ചൊന്നുമല്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അനേക നാളുകൾ കർത്താവിനെ സേവിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞ്, നിത്യതയുണ്ടോ ആർക്കറിയാം, സ്വർഗമുണ്ടോ ആർക്കറിയാം. എന്നാൽ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള റിയാലിറ്റി, അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ? അതാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുന്നത്. പ്രിയരെ കേൾക്കണേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്. അതിലൊരു പ്രവർത്തനം നിത്യത യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസവും നമുക്ക് തരികയാണ്. ഒരു വാക്യം ഒന്ന് വായിച്ചോ. റോമാലേഖനം ഞാൻ മുമ്പേ റെഫർ ചെയ്ത ആ വേദഭാഗം 8-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. റോമൻസ്, ശ്രദ്ധിക്കണം, ആത്മാവെന്ന ആദ്യദാനം. ആദ്യദാനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലത്തിൻ്റെ ആ കറ്റ ദൈവസന്നിധാനത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന ആ പെരുന്നാളിനെ ഓർത്തുകൊണ്ടാണ് പൗലോസ് എഴുതുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പുറകെ ഹാർവസ്റ്റ് വരുന്നു, വിളവെടുപ്പ് പുറകെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റിയലാണോ? നമുക്ക് റിയലായിട്ട് തോന്നുന്നുണ്ടോ? അതോ ചിലപ്പോഴൊക്കെ തോന്നുന്ന ഒരു ഇമോഷനാണോ പരിശുദ്ധാത്മാവ്? കുറേ നേരം വർക്കപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു വൈകാരിക അനുഭവമായിന്ന് അനേകർക്ക് പരിശുദ്ധാത്മാവ്. എന്നാ പൗലോസിനോട് ചോദിര്, നോ, പരിശുദ്ധാത്മാവ് എനിക്ക് റിയലാ. വൈ ഹി ഈസ് റിയൽ ടു മീ? അതിൻ്റെ കാരണം ഇതാ, ഹി ഗിവ്സ് മീ എ ലോങ്ങിങ്. എനിക്കൊരു വാഞ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. എന്ത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിനായി നോക്കുക.
ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ കൈ ഒന്ന് നോക്കി. ഉറപ്പുണ്ടല്ലോ. ഒരിക്കൽ പോലും നിത്യതയെക്കുറിച്ച് സംശയം ഉണ്ടാകാൻ നമുക്ക് അനുവാദമില്ല. കാരണം നിത്യത റിയലാണെന്ന്, നിത്യത സത്യമാണെന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പൗലോസ് പറയുക, എനിക്ക് എങ്ങനെ അറിയാം നിത്യത? ഒന്നാമത്തെ കാരണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കത് ബോധം വരുത്തുന്നു. 1-2 വാക്യം കൂടെ വായിച്ചു. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാനവും 5-ാം വാക്യവും. എബ്രായർ 6-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാനവും 5-ാം വാക്യവും പെട്ടെന്നൊന്ന് വായിച്ചു. യെസ്. നോക്കിയേ, അവിടെ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നേ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നേ? ഒന്ന്, പരിശുദ്ധാത്മാവ് എന്നെ ദൈവവചനത്തിലേക്ക് നയിക്കുന്നു. ദൈവവചനത്തിൽ കൂടെ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് എനിക്കൊരു തിരിച്ചറിവ് തരുന്നു. വരുവാനുള്ള ലോകത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് തരുന്നെന്ന് മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഇന്ന് ഇവിടെ ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വെദർ യു ആർ ഇൻ ദ ഫെയ്ത്ത് ഓർ നോട്ട്. പ്രിയരെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു വൈകാരികമാകുന്ന ഒരു ഇമോഷണൽ ഹൈ തരാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ, വരുവാനുള്ളതിനെക്കുറിച്ചും വരുവാനുള്ളവനെക്കുറിച്ചും നമുക്ക് ബോധ്യം തരുവാൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുക. ഞാൻ അല്പം കൂടെ അത് വിശദീകരിക്കാം. ദൈവത്തിൻ്റെ മഹാദയ എന്നുള്ളത് നമ്മളെ ഈ മഹത്വം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നെന്ന് മാത്രമല്ല, ഈ മഹത്വത്തിനു വേണ്ടി നമ്മെ ഇവിടെ ഒരുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ഒന്നുകൂടെ പറയാം, നമുക്ക് മഹത്വം ദൈവം വെച്ചിരിക്കുന്നെന്ന് മാത്രമല്ല, ആ മഹത്വം പ്രാപിപ്പാൻ നമ്മെ ഇവിടെ ഒരുക്കുകയാണ്. ഇതാരാ ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ അടുത്ത കാലത്തല്ല, കുറച്ച് നാൾ മുമ്പ് വികലമായ പല പ്രിയപ്പെട്ടവരുടെയും കാഴ്ചപ്പാടുകൾ എനിക്കത് കേട്ടപ്പം ഭയങ്കര സഹതാപം തോന്നി. ഒരാൾ പറയുകയാണ്, ഒരാൾ പറഞ്ഞതായിട്ട് മറ്റൊരാൾ എന്നോട് വന്ന് പറഞ്ഞതാ. നിങ്ങളാരുമല്ല, വിഷമിക്കണ്ട. പരിശുദ്ധാത്മാവ് രാവിലെ എണീക്കുമ്പോൾ എന്നോട് പറയും, ഇന്ന് നീ ഒരു ചുമന്ന ഷർട്ടാണ് ഇടണ്ടേ. പിന്നെ നാളെ രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയും, നീ ഇന്ന ഷൂസാണ് ഇടണ്ടേ. മനുഷ്യർക്ക് സുബോധം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെയും ആകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പരിശുദ്ധാത്മാവാരാ? എൻ്റെ PA.
ദൈവദൂഷണം പറയാൻ ഒരു മടിയില്ല. PA ആണ് പരിശുദ്ധാത്മാവ്, പേഴ്സണൽ അസിസ്റ്റന്റ്. രാവിലെ പറയും, സാറ് എൻ്റെ ഇന്ന ഷർട്ട് അവിടെ തേച്ചിട്ടുണ്ട്, അതിട്ടാട്ട്. ഇതിനല്ല പരിശുദ്ധാത്മാവിനെ തന്നെ, അതല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പിന്നെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. അതിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യം, 2 കൊരിന്ത്യർ 5:5. യെസ്, 2 കൊരിന്ത്യർ 5:5. പെട്ടെന്ന് നോക്കുക. അതിനായി ഞങ്ങളെ ഒരുക്കിയത്. ഏതിനായി? മുകളിൽ വന്ന് പറഞ്ഞേക്കുന്ന വിഷയങ്ങൾ. കൈപ്പണിയല്ലാത്തതാകുന്ന ഒരു കെട്ടിടം, നിത്യമാകുന്ന ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞങ്ങളിവിടെ ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞരങ്ങുകയാണ്, ഞങ്ങൾ വാഞ്ചിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ ഒരുക്കിയതിൻ്റെ കാരണക്കാരനാരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ തരുന്നത്. നിത്യതയുടെ കാഴ്ചപ്പാടില്ലാത്തവർ എത്ര തുള്ളിയിട്ടും എന്തൊക്കെ കോലാഹലമുണ്ടായാലും ഇതിനൊരു പ്രയോജനമില്ല പ്രിയരെ. ലെറ്റ് മീ ബി വെരി ബ്ലണ്ട് വിത്ത് യു. ഞാൻ സത്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? അതിനായിട്ട് എന്നെ ഒരുക്കുന്നു. ഏതിനായിട്ട് എന്നെ ഒരുക്കുന്നു? നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുന്നു. മുകളിലുള്ളത് മീതെയുള്ളതാകുന്ന ആ ഭവനം ധരിപ്പാനായി എനിക്ക് താല്പര്യമാണ്, വാഞ്ചയാണ്. ഈ വാഞ്ച ജീവിതത്തിലുണ്ടോ? ഈ വാഞ്ച ജീവിതത്തിലില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ലെന്നാണ് സാരം. പ്രിയരെ, ഞാനീ പറയുന്നത് സത്യമായ കാര്യമാണെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. ദൈവവചനത്തിൻ്റെ യഥാർത്ഥമാകുന്ന സത്യമാണ്. യാതൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. ഞങ്ങളെ അതിനായിട്ട് ഒരുക്കിയത് ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെയാണ്. അപ്പം ദൈവത്താൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല ഇവിടെ ജീവിക്കുന്നത്. അവൻ്റെ ചിന്ത എപ്പോഴും ഉയരത്തിലുള്ളതാണ്. അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ഈ ഭൂമിയിലെ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം നിർണയിക്കപ്പെടുന്നത് സ്വർഗീയമാകുന്ന ആ വ്യവസ്ഥയിലായിരിക്കും. അതിനാ പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ തിരിച്ചറിവോടെ, ഈ ബോധത്തോടെ, ഈ വാഞ്ചയോടെ, വിശുദ്ധിയോടെ ജീവിപ്പാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നേക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ 2:22 ഇത് തന്നെ പൗലോസ് പറയുന്നുണ്ട്. ആകട്ടെ, ഞാൻ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഒരു വലിയ വാഞ്ച, ഒരു ലോങ്ങിങ്, ഒരു ഞരക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. 2, അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞേക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഈ വിഷയം നമുക്ക് അല്പം വിശദമായി ഒന്ന് ചിന്തിക്കാം. ക്രിസ്തീയ ജീവിതത്തെ
ഒരു വാക്കിൽ സമ്മറൈസ് ചെയ്യാമെങ്കിൽ അതിങ്ങനെയായിരിക്കും. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാം ഇവിടെ നോക്കുക. നിങ്ങൾക്ക് വേറെ എങ്ങും നോക്കാം, ഇപ്പം അനുവാദമില്ല. ലുക്ക് അറ്റ് മീ. ഓക്കെ, ക്രിസ്തീയ ജീവിതത്തെ ഒരു സെന്റൻസ് കൊണ്ട് വിവരിപ്പാൻ കഴിയുമെങ്കിൽ അതിങ്ങനെയായിരിക്കും. ഒരു വാക്യം ഒന്ന് എടുത്ത് വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ രക്ഷപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. യെസ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യപ്പെട്ടു. നോക്കുക, ഹാനോക്ക് ദൈവത്തോടു കൂടെ എത്ര വർഷം നടന്നെന്നാണ് എഴുതിയിരിക്കുന്നത്? 300 വർഷം. ഈ 300 വർഷങ്ങളിലെ സകല സംഭവങ്ങളും ഒരു വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ക്രോഡീകരിക്കുകയാണ്, സമ്മറൈസ് ചെയ്യുകയാണ്. എന്ത്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഈ ഭൂമിയിൽ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചേക്കുന്നത്. ദൈവത്തോടുള്ളതാകുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തോടുള്ള പ്രീതി വാത്സല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം ദൈവമുഖത്ത് പ്രസാദം വരുത്തുന്ന, അവിടുത്തേക്ക് സന്തോഷം തരുന്ന ഒന്നായി തീരണം എന്ന വാഞ്ച ഉള്ള ആൾക്കാരാണ് ശരിക്ക് കൺവേർട്ട് ചെയ്തവർ, ശരിക്ക് വീണ്ടും ജനിച്ചവർ. അവരാ. ഞാനത് വിശദമാക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ എന്താണ് ഇതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നത്? നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മെ നയിക്കുന്ന അതിൻ്റെ പിൻപിലുള്ള പ്രേരക ഘടകമെന്നുള്ളത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ഒരുവൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് കർത്താവിനെ പോലെയാകുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ പിൻപിലുള്ള ആ മോട്ടീവ് എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. എന്നാൽ അങ്ങനെ നാം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ കാക്കുമ്പോൾ അതിന് ഫലമായിട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? അതിന് ഫലമായി നമുക്ക് കിട്ടാൻ പോകുന്നത്, എനിക്കറിയാം, ഇപ്പം നമ്മുടെ മനസ്സിൽ ഉള്ള ചിന്ത,